ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം തുടരക്കാരിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്പരത്തി കൊണ്ടുണ്ടാക്കുന്ന റീഫ്രഷിങ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ചെമ്പരത്തി പൂവില്ലേ, നമ്മളത് കാണുമ്പോൾ ആർക്കും വേണ്ടാത്തതായി തോന്നും. പക്ഷേ അതുകൊണ്ട് നല്ലൊരു റീഫ്രഷിങ് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സിറപ്പ് അതിൻ്റെ അടുത്ത് സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തി പറിച്ചിട്ട് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഇതിൽ മാത്രം നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇട്ട് കൊടുത്തൊരു കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ കളറ് മൊത്തം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം റെഡി ആയിട്ടോ. ഇതിപ്പോൾ അതിലേക്ക് നമ്മൾ 2 ഏലക്കയും ഒരു പട്ട, ചെറിയൊരു പട്ടയും ഒരു 3-4 കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അത് കുറുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ കുറുകി വേവട്ടെ കേട്ടോ. അതിൻ്റെ ഇപ്പോഴത്തേക്ക് കണ്ടോ വറ്റി വെള്ളം കണ്ടോ, വെള്ളം വറ്റി നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതാണ്. ഇപ്പോഴത്തേക്ക് കണ്ടോ ഒരു ഗ്ലാസ് വെള്ളത്തോളായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഏലക്കേൻ്റെയും പട്ടേൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടിരിക്കാനായിട്ട് നമ്മുടെ സിറപ്പ് ഇത് നമ്മളൊരു അരിപ്പയിലേക്ക് അരിച്ച് അത് മാറ്റുന്നതിനിടെ എത്ര നാൾ വേണേലും ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാട്ടോ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കസ്കസൊക്കെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് കുടിക്കാട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇതുപോലെ ഈസി റെസിപ്പികൾക്ക് തുടരക്കാരിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കൂട്ടുകാരെ. കണ്ട ഇതുപോലെ നമ്മൾ ബോട്ടിലെടുത്ത് നല്ല ഉണങ്ങിയ ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഒരു കേടൊന്നും വരില്ല കേട്ടോ. ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമേ. അതിങ്ങനെ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമ്മളിതിനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുമ്പ് നമ്മൾ കസ്കസ് എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ആ കസ്കസ് ഇടുമ്പോഴുള്ള അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കസ്കസ് കുറച്ച് എടുക്കുന്നുണ്ട്. അത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എസൻസ് ഇട്ട് കൊടുത്ത് ഒരു 2 സ്പൂണോ 1.5 സ്പൂണോ എസൻസും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത ഫ്രിഡ്ജിലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മധുരം ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മധുരം ഇട്ടില്ലെങ്കിലും ഒരു വിഷയമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മുടെ കസ്കസ് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം, എന്ത് ടേസ്റ്റ് അറിയാം. പിന്നെ നമ്മൾ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറണമെന്ന് കാണണം കൂട്ടുകാർ. ഇപ്പം നമ്മൾ കാണുന്ന കളറായിരിക്കില്ല നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളറ്. എൻ്റെ പൊണ്ണും അടിപൊളി റീഫ്രഷിങ് ജ്യൂസാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്നുണ്ടായി പോകുന്ന ഒരു പൂവല്ലേ ചെമ്പരത്തിപ്പൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇതുപോലെയുള്ള ഈസി റെസിപ്പികളായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം കേട്ടോ. നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.